Hello dear aspirants, welcome to Xylem SSC Arabi. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റും അതേപോലെ തന്നെ പ്രൈം ഫാക്ടറൈസേഷനിലൂടെ ഒരു സംഖ്യയുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാക്ടേഴ്സിന്റെ എണ്ണം കൗണ്ട് ചെയ്യാനുള്ള മെത്തേഡുമാണ് പറയാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് നോക്കാം. അതായത് ഒരു സംഖ്യയെ അവയുടെ പ്രൈം ആയിട്ടുള്ള ഫാക്ടേഴ്സിന്റെ പവറിന്റെ ഗുണിതങ്ങളായിട്ട് ആ ഒരു ഫോമിൽ എഴുതുന്നതിനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ഫോമിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ്, ഈവൻ ഫാക്ടേഴ്സ്, പെർഫെക്റ്റ് സ്ക്വയർ ഫാക്ടേഴ്സ്, പെർഫെക്റ്റ് ക്യൂബ് ഫാക്ടേഴ്സ്, പ്രൈം ഫാക്ടേഴ്സ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നേ എങ്ങനെയാണ് ഒരു സംഖ്യയെ പ്രൈം ഫാക്ടറൈസ് ചെയ്യേണ്ടതെന്ന് ആദ്യം നമുക്ക് നോക്കാം. അതൊരു എക്സാമ്പിൾ വെച്ച് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നതാണ്. അതായത് 360 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. അപ്പം പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് പ്രൈം നമ്പർ കൊണ്ടാണ് ഈ സംഖ്യ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിൽ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ആയിട്ടുള്ള 2 നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. 2 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? തൊട്ടടുത്ത പ്രൈം നമ്പർ ആയിട്ടുള്ള 3 വെച്ച് ചെക്ക് ചെയ്യാം. അതും പറ്റില്ലെങ്കിൽ അടുത്ത 5 എന്നിങ്ങനെയാണ് പോകേണ്ടത്. അപ്പൊ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 360-ൽ 2 180 തവണ പോവും. സോ വീണ്ടും 180-നെ നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 90 തവണ. വീണ്ടും 2 കൊണ്ട് 45 തവണ. ഈ 45-നെ ഇനി നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. സോ തൊട്ടടുത്ത പ്രൈം നമ്പർ ആയിട്ടുള്ള 3 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഡിവൈഡ് ചെയ്യാം. 3 15 തവണ. എഗെയിൻ ഇവിടെ 3 5 തവണ പോവും. അപ്പൊ ഈ 5 അവസാനം നമുക്ക് കിട്ടിയിരിക്കുന്ന 5 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. അപ്പോൾ ഒരു പ്രൈം നമ്പർ കിട്ടുന്നത് വരെ മാത്രമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈം നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അവിടെ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യുക. കാരണം 5-നെ ഇനി വേറൊരു പ്രൈം നമ്പർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പം 5 എന്ത് ചെയ്തു? അവിടെ വെച്ച് നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്തു. അതായത് 360 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? 2 × 2 × 2 × 3 × 5 ആണ് 360. കണ്ടോ, ഇവിടെയുള്ള ഈ വാല്യൂസിന്റെ എല്ലാം പ്രൊഡക്റ്റ് ആണ് 360 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ഒന്നും കൂടെ നമുക്ക് ബ്രീഫ് ആയിട്ട് എങ്ങനെ പറയാം? ഇപ്പൊ 2 3 തവണ, അതായത് 2 to the power 3 × 3 to the power 2 × 5 ആണെന്ന് പറയാൻ സാധിക്കും. അതായത് 360-നെ പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2³ × 3² × 5 വേണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ ഒരു 5⁻1 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. 5-ന്റെ പവർ 1 ആണ് വരുന്നത്. ഈ ഒരു ഫോമിലാണ് നമുക്ക് 360-നെ എഴുതാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് 360-നെ പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നും 360-ന്റെ ടോട്ടൽ പ്രൈം ഫാക്ടേഴ്സ്, ടോട്ടൽ ഫാക്ടേഴ്സ്, ടോട്ടൽ ഈവൻ ഫാക്ടേഴ്സ് തുടങ്ങിയവയുടെ എണ്ണം എങ്ങനെയാണ് കാണുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം 360 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 2³ × 3² × 5⁻1 ആണ്. ഇതിൽ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ വിസിബിൾ ആണ്. 2ഉം 3ഉം 5ഉമാണ്. ശരിക്കും 3 പ്രൈം ഫാക്ടേഴ്സ് ആണ്. പക്ഷേ ടോട്ടൽ പ്രൈം ഫാക്ടേഴ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 2 എത്ര തവണ വരുന്നുണ്ട്? 3 തവണ. 3 2 തവണ, 5 1 തവണ. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് ആ ഒരു പവേഴ്സിന്റെ ടോട്ടൽ സമ്മാണ് ടോട്ടൽ പ്രൈം ഫാക്ടേഴ്സിന്റെ എണ്ണത്തിൽ നമ്മൾ കൊടുക്കേണ്ടത്. അതായത് 3 + 2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് കൊടുക്കാൻ സാധിക്കും. അതേപോലെ നമുക്ക് അടുത്ത നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഫാക്ടേഴ്സിന്റെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ ടോട്ടൽ ഫാക്ടേഴ്സിന്റെ എണ്ണം ചോദിക്കുമ്പോൾ ഇവിടെ നമ്മുടെ പ്രൈം നമ്പേഴ്സിന്റെ, പ്രൈം ആയിട്ടുള്ള ഫാക്ടേഴ്സിന്റെ പവേഴ്സ് നോക്കാം. 3 2 1. ഇനി ഈ പവേഴ്സിനോടെല്ലാം 1 ആഡ് ചെയ്തിട്ട് അവയെല്ലാം കിട്ടുന്ന വാല്യൂസ് എല്ലാം നമ്മൾ മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഫാക്ടേഴ്സ്. അതായത് 3 + 1 4 × 2 + 1 3 × 1 + 1 2 ദാറ്റ്സ് ഈക്വൽ ടു 24 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്തത് ഈവൻ ഫാക്ടേഴ്സിന്റെ എണ്ണം കാണണമെന്നുണ്ടെങ്കിൽ ഈവൻ ഫാക്ടേഴ്സിന്റെ എണ്ണം കാണാൻ 2ന്റെ പവർ മാത്രം അതേപോലെ വെക്കുക. ബാക്കിയുള്ളതിനോട് 1 ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ചെയ്യാം. ഈവൻ ഫാക്ടേഴ്സിന്റെ എണ്ണം 2ന്റെ പവർ 3 നമ്മൾ ആഡ് ചെയ്യുന്നില്ല, അതേപോലെ വെച്ചു. ഇൻറ്റു അടുത്ത 3ന്റെ പവർ 2നോട് 1 ആഡ് ചെയ്തു 3 ഇൻറ്റു 5ന്റെ പവർ 1നോട് വീണ്ടും 1 ആഡ് ചെയ്തു 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 3 9 × 2 18 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഈവൻ ഫാക്ടേഴ്സ് എന്ന് കിട്ടും. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഓഡ് ഫാക്ടേഴ്സ് കാണാൻ ഒന്നുകിൽ 24-ൽ നിന്നും 18 മൈനസ് ചെയ്താൽ മതി. ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സിൽ നിന്നും ഈവൻ ഫാക്ടേഴ്സിനെ നമ്മൾ മൈനസ് ചെയ്താൽ മതി. ഇനി അതല്ലെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് ഒറ്റയ്ക്ക് തന്നെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പ്രൈം ഫാക്ടറൈസ് ചെയ്തതിൽ നിന്നും നമ്മൾ 2ന്റെ പവറിനെ മുഴുവനായിട്ടും അങ്ങോട്ട് ഒഴിവാക്കിയാൽ
ബാക്കിയുള്ള ആളുകളുടെ പവറിനെ ഇതേപോലെ 1 ആഡ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അതായത് 3ന്റെ പവറായ 2 പ്ലസ് 1 3 ഇൻറ്റു 5ന്റെ പവറായ 1 പ്ലസ് 1 2 3 ഇൻറ്റു 2 6 ആണെന്ന് പറയാൻ സാധിക്കും. അടുത്തത് പെർഫെക്റ്റ് സ്ക്വയർ ഫാക്ടേഴ്സ് ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള എത്ര ഫാക്ടേഴ്സ് ആണ് 360 ചോദിച്ചാൽ ആക്ച്വലി ആൻസർ ഇതാണ്. 1 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 9 വരുന്നുണ്ട്, 36. ഈ 4 സംഖ്യകളാണ് 360ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഇനി അത് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇവരുടെയൊക്കെ പവർ ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 1, ഇതിനെയൊക്കെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ കോഷ്യന്റ് എത്രയാ വരുന്നതെന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ആദ്യം തന്നെ നമ്മൾ 3നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ആണ് കോഷ്യന്റ്, 2നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ആണ്, 1നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 0 ആണ് വരുന്നത്. അങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന നമ്പേഴ്സിനോട് നമ്മൾ എന്ത് ചെയ്യുക, 1 ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന നമ്പേഴ്സിനെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ഫാക്ടേഴ്സിന്റെ എണ്ണം നമുക്ക് കിട്ടും. അതായത് 2 ഇൻറ്റു 1 ദാറ്റ്സ് ഈക്വൽ ടു 4 എണ്ണം നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, ആരൊക്കെയാണെന്ന് കണ്ടു. അപ്പൊ 4 പെർഫെക്റ്റ് സ്ക്വയർ ഫാക്ടേഴ്സ് ആണ് 360 ഉള്ളതെന്ന് പറയാൻ പറ്റും. ഇനി പെർഫെക്റ്റ് ക്യൂബ് ഫാക്ടേഴ്സ് ആണ് കാണേണ്ടതെങ്കിൽ നമ്മളിവിടെ സ്ക്വയർ നോക്കുന്ന സമയത്ത് 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തതെങ്കിൽ ക്യൂബ് നോക്കുന്ന സമയത്ത് നമ്മൾ 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2ന്റെ പവർ 3 ആണ്. 3നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. 2നെ 3 കൊണ്ട് ഹരിച്ചാൽ 0, 1നെ 3 കൊണ്ട് ഹരിച്ചാൽ 0. എന്നിട്ട് വീണ്ടും സ്റ്റെപ്പ് എന്താണ്, 1 ആഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 2 ഇൻറ്റു 1 ഇൻറ്റു 1 2 ഇൻറ്റു 1 ഇൻറ്റു 1 അതായത് 2 ആണ് ഇതിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യൂബ് ആയിട്ട് വരുന്ന വാല്യൂസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 360ന്റെ പെർഫെക്റ്റ് ക്യൂബ് ആയിട്ടുള്ള വാല്യൂസ് വരുന്നത് 2 എണ്ണാണ്. അത് ഏതൊക്കെയാണ്, 1 വരും 8 വരും അല്ലെ. ഈ 2 ആൾക്കാർ മാത്രമേ പെർഫെക്റ്റ് ക്യൂബ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇവിടെ വരുന്നുള്ളൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്തു നോക്കാവേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഇൻ ദ പ്രൊഡക്റ്റ് 30:5 ഇൻറ്റു 24:5. ഈ ഒരു നമ്പറിൽ എത്ര പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ്. ടോട്ടൽ നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനാദ്യം പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ കിട്ടുന്ന പ്രൈം ഫാക്ടേഴ്സിന്റെ പവറിന്റെ സം എടുത്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് ഓൾറെഡി ഇങ്ങനെ തന്നതുകൊണ്ട് 30 to the power 5 24 to the power 5 എന്ന് പറയുമ്പോൾ 30 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, 5 ഇൻറ്റു 6 ആണ് അല്ലെ. അതിൽ 5 ഇൻറ്റു 6നെ നമുക്ക് വീണ്ടും 5 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് എഴുതാൻ സാധിക്കുമല്ലോ അല്ലേ. അപ്പം 30ക്ക് പകരം ഞാൻ 2 ഇൻറ്റു 3 ഇൻറ്റു 5 ടു ദ പവർ 5 ഇൻറ്റു 24 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 8 ആണ്. അതായത് 3 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ്. പ്രൈം ഫാക്ടറൈസേഷൻ ആണ്, അതുകൊണ്ടാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് മാത്രം കൺസിഡർ ചെയ്യുന്നത്. ടു ദ പവർ 5. ഇനി നമ്മൾ ഇതൊന്ന് ഇലാബറേറ്റ് ചെയ്യുന്ന സമയത്ത് 2⁵ ഇൻറ്റു 2 ഇവിടെ 3 ഇൻറ്റു 5 എന്ത് വരുന്നുണ്ട്, 15. ഒന്ന് ഇലാബറേറ്റ് ചെയ്യാം നമ്മൾ. 2⁵ ഇൻറ്റു 3⁵ ഇൻറ്റു 5⁵ ഇൻറ്റു 3⁵ ഇൻറ്റു ഇവിടെ 2 ക്യൂബ് all⁵5 ആണ്. അപ്പം 2⁵3 ഇൻറ്റു 5 2⁵15 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2ന്റെ പവർ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു 5 എണ്ണം, ഇവിടെ ഒരു 15. 5 + 15 2⁻20 ഇൻറ്റു 3⁵5ഉം 5ഉം ടോട്ടൽ 10 ഇൻറ്റു 5⁵5. ഇപ്പൊ നമുക്ക് എന്തായി, 2ഉം 3ഉം 5ഉം 3 പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടർ വരുന്ന പവേഴ്സ് വരുന്ന രീതിയിൽ നമ്മൾ ഫാക്ടറൈസ് ചെയ്തു. ഇനി നമുക്ക് പ്രൈം ഫാക്ടേഴ്സിന്റെ എണ്ണം ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, ഇവരുടെ പവർ 20 + 10 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 35 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയാൻ സാധിക്കും. 35 എണ്ണമാണ് ഇവിടെ എന്ത് വരുന്നത്, പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നതെന്ന് പറയാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ഫൈൻഡ് ദ സം ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 9⁻6 12⁻4 ആൻഡ് 7⁻7. ഇവിടെയുള്ള പ്രൈം ഫാക്ടേഴ്സിന്റെ സം ആണ് കാണേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. 9⁻6 എന്ന് പറഞ്ഞാൽ 9 എന്ന് പറഞ്ഞാൽ 3² ആണ് അല്ലെ. 3² all⁻6 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം, 3 ഇൻറ്റു 4 ആണ്. അഥവാ 3 ഇൻറ്റു 2² all⁻4 ഇൻറ്റു 7⁻7. അഗെയിൻ 3⁻12 ഇൻറ്റു
3 raised to 4 into 2 raised to 8 into 7 raised to 7 വന്നു. That's equal to 3 raised to 16 into 2 raised to 8 into 7 raised to 7. അപ്പൊ ഇവിടുത്തെ പ്രൈം ഫാക്ടേഴ്സിന്റെ സം എന്ന് പറയുമ്പോൾ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് ആരൊക്കെയാണ്? 3ഉം 2ഉം 7ഉമാണ് അല്ലെ. അപ്പൊ അവരുടെ സമ്മാണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. അവരുടെ സം എടുക്കുന്ന സമയത്ത് 3 plus 2 plus 7 that is equal to 5 plus 7 12 ആണ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇത്രയും നമ്മൾ സത്യത്തിലൂടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ 3 ആണ് ഇവിടെയും വരുന്നത്, പിന്നെ 2ഉം പിന്നെ 7ഉം. ഈ 3 ആൾക്കാർ മാത്രമേ എന്തുള്ളൂ? പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ അവരുടെ സം എടുക്കുന്ന സമയത്ത് 3 plus 2 plus 7 12 ആണെന്ന് പറയാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 3600 3600ന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ് കാണേണ്ടത്. അപ്പൊ ആദ്യം തന്നെ 3600 നമുക്ക് എന്ത് ചെയ്യാം? പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1800, എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 900, എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 450 വന്നു. 450നെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, 225 വരും. 225നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 75, എഗെയിൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25, 25ല് ഇനി ഇങ്ങനെ ഇത്രയും ഇലാബറേറ്റ് ആയിട്ട് ചെയ്യേണ്ട. നമുക്ക് എങ്ങനെ നോക്കാം? 3600 എന്ന് പറഞ്ഞാൽ 36 into 100 ആണ്. അതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോയാലും മതി കേട്ടോ. അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോയാലും മതി. കാരണം എഗെയിൻ 36 എന്ന് പറഞ്ഞാൽ 4 into 9, 2 square into 9 എന്ന് പറഞ്ഞാൽ 3 square. 100 എന്ന് പറയുമ്പോൾ എന്താണ്? 100 എന്ന് പറയുമ്പോൾ 10 into 10, 10 into 10 എന്ന് പറഞ്ഞാൽ 2 into 5 into 2 into 5, അല്ലെങ്കിൽ 25 into 4 നോക്കിയാൽ മതി. 25 into 4 അതായത് 2 square into 5 square. വാട്ട് എവർ നമുക്ക് എന്ത് കിട്ടും? 3600നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് 2 raised to 4 into 3 square into 5 square കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ചോദിക്കുന്ന സമയത്ത് ഈ പവേഴ്സിനോട് 1 ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രൊഡക്റ്റ് എടുത്താൽ മതി. 4 plus 1 5 into 2 plus 1 3 into 2 plus 1 3, 5 into 3 15 into 3 എത്ര വന്നു? 45. 45 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആയിട്ട് 3600ന് വരുന്നത്. അടുത്ത നോക്കാം. ഹൗ മെനി ഫാക്ടേഴ്സ് ഓഫ് 2 raised to 7 into 3 raised to 4 into 5 raised to 3 into 7 are even? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എളുപ്പമായി. പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട. അവര് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിൽ എത്ര ഈവൻ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കണ്ടാൽ മതി. ഈവൻ ഫാക്ടേഴ്സിനെ കാണാൻ എന്താ പറഞ്ഞത്? 2ന്റെ പവർ മാത്രം അതേപോലെ വെക്കുന്നു, ബാക്കിയുള്ളവരോടെല്ലാം 1 ആഡ് ചെയ്യുന്നു. 4 plus 1 5, 3 plus 1 4, ഇവിടെ 7ന്റെ പവർ 1 ആണ്. 1 plus 1 എന്ത് വന്നു? 2 വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 5 20, 2 14 into 20, 14 into 20 280 അല്ലേ? 280 is the answer. Option B is the answer. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി ഫാക്ടേഴ്സ് ഓഫ് ദീസ് നമ്പർ ആർ ഓഡ് നമ്പേഴ്സ്? അപ്പോൾ ഓഡ് നമ്പേഴ്സിന്റെ എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് കാണേണ്ടതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2ന്റെ പവറിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ബാക്കിയുള്ള പവേഴ്സിന്റെ, ഇപ്പം ബാക്കിയുള്ള പവേഴ്സ് എന്ന് പറഞ്ഞാൽ 5 plus 1 6 into 4 plus 1 5 into 6 plus 1 7. That is equal to 6 into 7 42 into 5 എത്ര വരും? 210 is the answer. Option C ആണ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഫാക്ടേഴ്സ് ഓഫ് 256 ആർ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിട്ട്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിട്ട് വരുന്ന 256ന്റെ എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. സോ 256 എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്ട്ലി പറയാൻ പറ്റും. 256 എന്ന് പറയുന്നത് 2 raised to 8 ആണ് അല്ലേ? അത് നമുക്ക് അറിയുന്നതാണ്. 2ന്റെ പവർ എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കണം, 10 വരെ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പൊ 2 raised to 8 ആണ് 256 എന്ന് പറയുന്നത്. ഇനി എത്ര പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 raised to 8ല് 8നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 4 plus 1 ചെയ്യുക അല്ലെ? 4 plus 1 നമുക്ക് ഇവിടെ വേറെ പ്രൈം ഫാക്ടേഴ്സ് ഒന്നും വരുന്നില്ല. അപ്പൊ ഇതിന്റെ പവറിനെ 2 കൊണ്ട് ഹരിച്ചിട്ട് 1 ആഡ് ചെയ്യുമ്പോൾ 4 plus 1 5 ഫാക്ടേഴ്സ് ആണ് എന്തുള്ളത്? 256ന്റെ ഫാക്ടേഴ്സിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയാൻ സാധിക്കും. ആൻഡ് അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ഫാക്ടേഴ്സ് ഓഫ് 729 ആർ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്? 729ന്റെ എത്ര ഫാക്ടേഴ്സ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം? ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അതായത് നമ്മുടെ പുതിയ ബാച്ച് SSC CGL മാസ്റ്റർ ബാച്ച് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വിവരം പലരും അറിഞ്ഞിട്ടുണ്ടാവും, അറിയാത്തവരും അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ CGL എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് അത് ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന്റെ കംപ്ലീറ്റ് സിലബസും ക്ലിയർ ചെയ്തുകൊണ്ട്, ഈവൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതിപ്പോൾ എന്താണ് പാറ്റേണിൽ മാറ്റം ഉണ്ടാവും, സിലബസിൽ മാറ്റം ഉണ്ടാവും എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അതൊക്കെ ഇപ്പം നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ എന്താണ് പ്രീവിയസ്ലി ഉള്ള നമ്മൾ ഇതുവരെ തുടർന്ന് പോകുന്ന ആ ഒരു സിലബസും കാര്യങ്ങളും തന്നെയാണ് ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിന് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബാച്ചാണ് നമ്മുടെ SSC CGL മാസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. സോ CGLന് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബാച്ചിന് എന്ത് ചെയ്യാം, സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ അഡ്മിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ രീതിയിലും ബെനിഫിറ്റ് ആവുന്ന രീതിയിലാണ് നമുക്ക് ഇവിടെ 200+ അവേഴ്സ് ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ഒരു ദിവസം 3 to 4 hours ഡെയിലി ലൈവ് ക്ലാസ്സസ് ആണ് കേട്ടോ. ലൈവ് ക്ലാസ്സസ് ആണ് ഒരു ദിവസം വരുന്നത്. അങ്ങനെ ഒരാഴ്ച 6 to 7 ഡേയ്സിൽ എന്തുണ്ട് ക്ലാസ്സസ് വരുന്ന രീതിയിൽ ഇന്റൻസീവ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് എന്ത് വരുന്നത്, ക്ലാസ്സസും കാര്യങ്ങളും വരുന്നത്. അതേപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസും മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് സെഷൻസും ഇതായിട്ട് റിവിഷൻ സെഷൻസും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് വരുന്നത്. സോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ, നമ്മുടെ കൂടെ എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. സോ എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.